മമ്മൂട്ടി അടുത്ത് അഭിനയിക്കാൻ പോകുന്ന ആ തമിഴ് സിനിമ ഏതാണ്? അതിൽ അദ്ദേഹം നായകനാണോ വില്ലനാണോ? അതാണ് ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത്. അതിന് മുന്നോടിയായി തന്നെ മമ്മൂട്ടി എന്ന് പറഞ്ഞ വ്യക്തി മറ്റൊരു ഭാഷയിൽ പോയി അഭിനയിക്കണമെങ്കിൽ ആ ഒരു സ്ക്രിപ്റ്റിൽ അദ്ദേഹത്തിനെ അട്രാക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അദ്ദേഹത്തിന് പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടാൽ മാത്രമേ മറ്റൊരു ഭാഷയിൽ പോയി അഭിനയിക്കുകയുള്ളൂ. അല്ലാതെ നമുക്കറിയാം മോഹൻലാലിനെ പോലെ ചുമ്മാ പോയി അഭിനയിക്കുന്ന വ്യക്തിയല്ല മമ്മൂട്ടി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സിനിമ ഇതാ അണിയറയിൽ ഒരുങ്ങാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് ധനുഷിൻ്റെ 55ാമത്തെ സിനിമയാണ് D55 എന്ന് പറഞ്ഞ സിനിമയാണ്. ഈ ഒരു സിനിമയിൽ മമ്മൂട്ടി ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുള്ള ഒഫീഷ്യൽ റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ്. അപ്പം അതുപോലെ തന്നെ ഈ സിനിമയുടെ ടൈറ്റിൽ റിലീസ് ഉടൻ വരാൻ പോവുകയാണ്. ഈ വരുന്ന ജൂൺ 18-ാം തീയതിയാണ് സിനിമയുടെ ടൈറ്റിൽ റിലീസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി കണ്ടതാണ്, പൂജയിൽ മമ്മൂട്ടിയായിട്ടുള്ള പിക്ചറൊക്കെ കണ്ടതാണ്. അങ്ങനെ ധനുഷ്, മമ്മൂട്ടി, സായി പല്ലവി എന്നിവയാണ് ഈ ഒരു സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഇതിൻ്റെ ഒരു സിനിമയുടെ ഒരു ടൈറ്റിൽ റിലീസിന് മുമ്പിട്ട് ഒരു പോസ്റ്റർ കണ്ടിട്ട് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു വിൻറ്റേജ് ടൈപ്പ് ഓഫ് സിനിമയാണുള്ള സാധ്യത കൂടുതലാണ്. സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് അമരൻ എന്ന് പറഞ്ഞ സിനിമ സംവിധാനം ചെയ്ത രാജ്കുമാർ പെരിയസ്വാമിയാണ്. സിനിമയുടെ മ്യൂസിക് സായോ അഭയങ്കാറാണ്. അങ്ങനെ വലിയൊരു ക്രൂ ആയിട്ടാണ് സിനിമ വരാൻ പോകുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, D55 എന്ന് പറഞ്ഞ സിനിമയിൽ മമ്മൂട്ടി വെറുതെ അങ്ങൊന്നും അഭിനയിക്കുകയല്ല, നല്ലപോലെ പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് ഉറപ്പായിട്ടും കാണും. നമുക്കറിയാം ഇതിന് മുന്നോടിയായിട്ടുള്ള കര എന്ന് പറഞ്ഞ സിനിമയിൽ സുരാജ് വെഞ്ഞാറുവിൻ്റെ പെർഫോമൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് മലയാളത്തിൽ നിന്ന് ഓരോ അഭിനേതാക്കളെ തമിഴിലോട്ട് എത്തുമ്പോൾ നല്ലപോലെ പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് ഉറപ്പായും അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കും. പ്രത്യേകിച്ച് മമ്മൂട്ടിയെപ്പോലെ ഒരു നടൻ വരുമ്പോൾ എന്തായാലും പെർഫോം ചെയ്യാനുള്ള സ്പേസ് കാണുമെന്നുള്ളത് 150% ഉറപ്പാണ്. അപ്പോൾ D55ൻ്റെ ടൈറ്റിൽ റിലീസ് ജൂൺ 18-ാം തീയതി വരുന്നതാണ്. എന്തായാലും കാത്തിരിക്കുന്നു മമ്മൂട്ടിയുടെ മറ്റൊരു മാസ്മരിക പ്രകടനത്തിനായി.